അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റമദാൻ്റെ അവസാനത്തെ പത്തിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാമോ? നാം മനസ്സിലാക്കേണ്ടത് തറാവീഹ് നമസ്കാരവും ഖിയാമുൽ ലൈലും ഖിയാമുർ റമദാനും എല്ലാം ഒരേ നമസ്കാരത്തിൻ്റെ പേരാണെന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. പലർക്കും എത്ര പറഞ്ഞു കൊടുത്താലും അത് തിരിയാത്തൊരു സാഹചര്യമാണ്. ഇതൊക്കെ വ്യത്യസ്ത നമസ്കാരങ്ങളാണെന്നാണ് പലരുടെയും ധാരണ. ഇതെല്ലാം ഒരേ നമസ്കാരമാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിൽ തറാവീഹ് നമസ്കാരം നടക്കും, എന്നിട്ട് അതിൽ 11 നമസ്കരിക്കും, പിന്നെ സുബഹിക്ക് മുമ്പ് പിന്നെ ഒരു ഖിയാമുൽ ലൈൽ നമസ്കാരം, അതേ രാത്രി നമസ്കാരം തന്നെ സുബഹിക്ക് മുമ്പ് നിർവഹിക്കും. ഈ 11 റക്അത്ത് നമസ്കരിച്ച ആളുകൾ അവിടെയും പോയി കൂടും. അപ്പോൾ എത്രയായി? 22 റക്അത്തായി. അല്ലെങ്കിൽ ഇവിടെ 8 റക്അത്ത് നമസ്കരിക്കും, അവിടെ 11 നമസ്കരിക്കും, അപ്പോൾ എത്രയായി? 19ആയി. അപ്പോൾ 2 ജമാഅത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന സാഹചര്യം പൊതുവെ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ആദ്യത്തെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്തോ പ്രതിഫലം കുറവും, രണ്ടാമത്തെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്തോ വലിയ പുണ്യവാന്മാരും എന്നൊരു ശൈലി പലപ്പോഴും പല ആളുകളുടെയും മനോഭാവത്തിൽ ഇന്ന് കാണാൻ കഴിയും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഒറ്റ ജമാഅത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ സമയം നമുക്കിഷ്ടമുള്ള, നമുക്ക് ഉചിതമായ സമയത്ത് നിസ്കരിക്കാം. കഴിവതും ഒറ്റ ജമാഅത്ത് തന്നെ പള്ളിയിൽ സംഘടിപ്പിക്കുക. കാരണം പ്രവാചക ചര്യ അങ്ങനെയാണ്. ഉമറുൽ ഖത്താബിൻ്റെ കാലത്തും അങ്ങനെയാണ്. വ്യത്യസ്തമായി നമസ്കരിച്ച ആളുകൾ ഒറ്റ ജമാഅത്തിൻ്റെ കീഴിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ സമയം ഇഷാ മുതൽ സുബഹിക്കിടയിലുള്ള ഉചിതമായ ഏത് സമയത്തും നമുക്ക് നമസ്കരിക്കാം. ജമാഅത്തായി നമസ്കരിച്ചാൽ അതിന് വലിയ പ്രതിഫലവുമുണ്ട്. ഹദീസിൽ ഇപ്രകാരം കാണാൻ കഴിയും, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ, ഇമാമിനോടൊപ്പം ഇമാമിൻ്റെ നമസ്കാരം പൂർത്തിയാകുന്നത് വരെ നിസ്കരിച്ചാൽ ഖതബല്ലാഹു ലഹു ഖിയാമ ലൈലത്തിൻ, രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ ഇഷാ നമസ്കാര ശേഷം പള്ളിയിൽ ഒരു ജമാഅത്ത് നടക്കുന്നു, അല്ലെങ്കിൽ 12 മണിക്കൊരു ജമാഅത്ത് സംഘടിപ്പിക്കുന്നു. ആ ആദ്യത്തെ ജമാഅത്തിൽ പങ്കെടുത്ത് പൂർണ്ണമായി നമസ്കരിക്കുമ്പോൾ തന്നെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം കിട്ടുമെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെയും എഴുന്നേറ്റ് നമസ്കരിക്കേണ്ടതില്ല. കാര്യം ആ ജമാഅത്തിൽ കൂടുമ്പോൾ തന്നെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിൻ്റെതായ പ്രതിഫലം നമുക്ക് കിട്ടും. ഇനി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയത്ത് നിസ്കരിക്കാം. അത് ഉറങ്ങിയ ശേഷം, അത് ഇഷാക്ക് ശേഷം കുറച്ച് നമസ്കരിക്കുക, അർദ്ധരാത്രി നമസ്കരിക്കുക, സുബഹിക്ക് മുമ്പ് നമസ്കരിക്കുക. ഏതായാലും 11 റക്അത്തിലധികം നമസ്കരിക്കാതിരിക്കലാണ് പ്രവാചക ചര്യ. പ്രവാചകൻ റമദാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ 11ലധികം നമസ്കരിച്ചിരുന്നില്ല. അതേപോലെ തന്നെ രാത്രി നമസ്കാരത്തിൻ്റെ ജമാഅത്ത് പള്ളിയിൽ ഒറ്റ ജമാഅത്തെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സമയമാണ് പ്രശ്നം. ആ സമയം നമുക്ക് ഉചിതമായ സമയത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഒഫീഷ്യലായി നമ്മുടെ പള്ളിയിലൊക്കെ ഓരോ ജമാഅത്തിന് സമയമുണ്ടാകും. ആ സമയത്തുള്ള ജമാഅത്തിൽ പങ്കെടുത്താൽ തന്നെ രാത്രി ഉടനീളം നമസ്കരിച്ചു എന്നതിൻ്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ഒരു ജമാഅത്ത് നടക്കുന്നു, അവിടെ കുറച്ച് നമസ്കരിക്കുന്നു, പിന്നെ അടുത്ത ജമാഅത്തിൽ കൂടുന്നു, ഇങ്ങനെ 11ലധികം നമസ്കരിക്കുന്ന ഒരു ശൈലി. അത് 2 ഇമാമിങ്ങളെ മാറി മാറി ഈ രൂപത്തിൽ ഒരു ഇമാമിനെ തന്നെ പരിപൂർണമായും പിന്തുടർന്ന് നമസ്കരിക്കണമെന്നാണ് ഹദീസിലുള്ളത്. അതുണ്ടായിരിക്കെ പ്രതിഫലം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ചെയ്യുന്നൊരു ശൈലി ശരിയല്ല. നമ്മളിപ്പോൾ സുബഹിക്ക് മുമ്പാണ് നമസ്കരിക്കുന്നതെങ്കിൽ അവിടെ പരിപൂർണമായും പങ്കെടുക്കുക. ഇനി അർദ്ധരാത്രിയിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ജമാഅത്ത് ഉണ്ടെങ്കിൽ അവിടെ പരിപൂർണമായും പങ്കെടുക്കുക. ഇഷാക്ക് ശേഷമാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ ജമാഅത്തിൽ പരിപൂർണമായും പങ്കെടുക്കുക. പ്രവാചക ചര്യ അനുസരിച്ച് ഒരൊറ്റ ജമാഅത്തായിരുന്നു ഔദ്യോഗികമായി പള്ളിയിൽ 3 ദിവസവും പ്രവാചകൻ നിർവഹിച്ചിരുന്നത്. ഉമറുൽ ഖത്താബിൻ്റെ കാലം മുതൽ ജമാഅത്തായി നിർവഹിക്കുന്ന സമയത്തും പ്രധാനമായും പള്ളിയിൽ ഉബൈ ബിൻ കഅബിൻ്റെയും തമീമുൻ ദാരിയുടെയും ഒക്കെ കീഴിൽ ഒരൊറ്റ ജമാഅത്തായിരുന്നു നിർവഹിച്ചിരുന്നത്. അതിന് സമയം നമ്മുടെ നാട്ടിൽ ഉചിതമായൊരു സമയത്ത് നമുക്ക് ചെയ്യാം. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.